ആ അത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കും. അന്ന് SDPI കുറേ സ്ഥാനാർത്ഥികളെ നിർത്തിയത് മുഴുവൻ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കെതിരെയൊന്നും SDPI സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടേയില്ല. അതിൽ നിന്ന് വ്യക്തമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ശിഥിലമാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവിഷ്കരിച്ച ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ആ സ്ഥാനാർത്ഥിയുടെ പേരും അഷ്റഫ് എന്ന് തന്നെയാണ്. KM അഷ്റഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ KM അഷ്റഫ് എന്നുള്ള പേര് ഉള്ള ഒരു സ്ഥാനാർത്ഥി SDPIക്ക് വരുമ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ SDPI സ്ഥാനാർത്ഥികളെ നിർത്താതെ ലീഗിനെതിരെ മാത്രം നിർത്തുകയും ചെയ്ത സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ വളരെ വ്യക്തമാണ് ഇവിടെ BJPയുമായിട്ടുള്ള ഒരു അന്തർധാര അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് പിൻവലിക്കാനൊന്നും നമ്മുടെ നേതൃത്വം അത് ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ പിന്നെ അവിടെ ഒരു ഏകീകരണം വരണം എന്നുള്ള നിലയ്ക്ക് പിന്നെ ഉള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും അല്ലെങ്കിലും അവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ബഹുഭൂരിപക്ഷത്തിൽ എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ടുകൾ വാങ്ങിക്കൊണ്ട് അദ്ദേഹം അവിടെ മത ജാതി വർണ്ണ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി തീർച്ചയായും എല്ലാ വിഭാഗങ്ങളുടെയും വോട്ടുകൾ സ്വാംശീകരിച്ചുകൊണ്ട് ബഹുഭൂരിപക്ഷത്തിൽ ഇത്തരം തന്ത്രങ്ങൾ എടുക്കുന്ന സ്ഥലത്തൊക്കെ ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിക്കാറാണ് ചെയ്യാറുള്ളത്. ഈ തവണ ആ രീതിയിൽ നല്ല വോട്ട് വർധനവ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. CPM BJP ഡീലിൽ തിരഞ്ഞെടുപ്പിലുണ്ടെന്ന് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ അത് നിഷേധിക്കപ്പെടുകയും ചെയ്തു. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? പിന്നീട് KNA ഖാദറിൻ്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ തന്നെ ഈ വിധത്തിൽ ഡീൽ ഉണ്ടായിരുന്നു എന്നാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇവിടെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ വാർഡ് വിഭജനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് അനുകൂലമായി കുറേ വാർഡുകൾ അവർ മുറിച്ചു കൊടുത്തില്ലേ? അങ്ങനെയല്ലേ ചാലപ്പുറവും പന്നിയങ്കരിയും ഒക്കെ BJPക്ക് പോകുന്നത്? അല്ലാതെ നഗരത്തിൽ എങ്ങനെയാണ് വളരെ ശക്തമായ മതേതര വോട്ടുകളുള്ള സ്ഥലത്ത് BJP ജയിച്ചു വരുന്നത്? അവിടേക്ക് ഏതൊക്കെ സ്ഥലത്ത് നിന്ന് വോട്ടുകൾ മാറ്റി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം. പിന്നെ ഇവിടെ പിന്നെ ഒരു ചെയർമാനിൻ്റെ തിരഞ്ഞെടുപ്പ് നടന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ആ ചെയർമാനിൽ ഇവർ മാറി നിന്നിരുന്നെങ്കിൽ മാറ്റമുണ്ടാകുന്ന ഒരു വിഷയത്തിൽ പോലും BJPക്ക് ആ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കിട്ടുന്നതിന് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി കൂടെ നിന്ന് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ ഉടനീളം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അന്തർധാരയുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഉണ്ട്. ഇല്ല, നമുക്കത് പിൻവലിക്കണമെന്നൊന്നും പറഞ്ഞിട്ട് അവർ ചെയ്യാൻ പോകുന്നില്ലല്ലോ. കാരണം മാർക്സിസ്റ്റ് പാർട്ടി പിന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവർ പിൻവലിക്കില്ലല്ലോ. അതുകൊണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള പിന്നെ കുതന്ത്രങ്ങൾ മെയ്യരുത്, അത്തരം സ്ഥാനാർത്ഥികളെ പിൻവലിക്കണമെന്നുള്ളത് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ SDPI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവിടെ നിന്നുകൊണ്ടൊന്നും ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. ആത്മവിശ്വാസം അവരെല്ലാ സ്ഥലത്തും പ്രകടിപ്പിച്ചോട്ടെ. പക്ഷേ സൗത്ത് മണ്ഡലം എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ശക്തി കേന്ദ്രമാണ്. സൗത്തും നോർത്തും ഒക്കെ ഇപ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
മനസ്സിലാകുന്നു. ഇവിടെ ഈ അന്തർധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഷയിൽ ഒരു ഡീലാണോ അത്? രണ്ടും കറക്റ്റല്ലേ? സെയിമാണ്. ഈ ഡീലും അന്തർധാരയും ഒന്നു തന്നെയല്ലേ? ഒന്ന് തന്നെ. ഒരു അന്തർധാര എന്ന് പറയുന്നത് ഞാൻ ശങ്കരാടിയുടെ ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങെപ്പോഴും പറയുന്നത് എസ് ഡി പിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ട് വേണ്ടെന്നുള്ള നിലപാടുകാരാണ്. പക്ഷെ അതുകൊണ്ട് ഈ മഞ്ചേശ്വരത്ത് ഒരു നിലപാടിലേക്ക് നീങ്ങെത്താത്തത് എസ് ഡി പിയുടെ വോട്ട് വേണ്ട. അല്ല, എസ് ടി പിയുടെ വോട്ട് വേണമെന്നൊന്നും നമ്മളവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, പിൻവലിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ എസ് ടി പി ഐ എന്നുള്ള നിലക്കല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുതന്ത്രം അവിടെ നടപ്പില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ലത് ഈ അന്തർധാര ഉണ്ട് എന്നുള്ളത് ജനം ബോധ്യപ്പെടുന്നതിന് മുമ്പ് പിൻവലിക്കുക എന്നുള്ളതാണ് അവർക്ക് ഉചിതമായിട്ടുള്ളത്. അതിനർത്ഥം ഞങ്ങൾ പോയിട്ട് നിർബന്ധപൂർവ്വം അവർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അയാൾ പിടിച്ച് വലിച്ച് താഴിടാനൊന്നും അല്ല. അത് നമുക്ക് അവർ എടുക്കുന്ന തീരുമാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ പാർട്ടി ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ പിന്തുണ ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്കാണ് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താണ് അതിൽ ചെയ്യാനുള്ളത്? ഐക്യജനാധിപത്യ മുന്നണിക്ക് ഞാൻ പറയട്ടെ, ഈ മുൻകാലങ്ങളിൽ ഇവർ ആർക്കാ പിന്തുണ കൊടുത്തിരുന്നത്? അന്ന് ഇടതുപക്ഷത്തിന് എന്ത് ചെയ്യാൻ പറ്റി? ഇടതുപക്ഷം വന്നിട്ട് ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടാതെ പറഞ്ഞിട്ടില്ലല്ലോ. മാത്രമല്ല, അന്ന് പിണറായി വിജയൻ പറഞ്ഞത് അവർ ഒരു വലിയ മതേതര പാർട്ടിയാണ്, അതുകൊണ്ട് അവർ നമ്മുടെ കൂടെ നിന്നു എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമാണെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ എന്താണ് ഞാനതാണ് എപ്പോഴും ചോദിക്കുന്നത്, ഈ സെലക്റ്റീവ് അമ്നീഷ്യ എന്ന് പറയുന്നത് എന്താണ്? ചിലത് മാത്രം ഓർക്കുകയും ചിലത് മാത്രം മറക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി അവർ ചോദ്യം ചോദിക്കുകയും നമ്മൾ മറുപടി പറയുകയും ചെയ്യുന്ന പണി നിർത്തി ഇനി ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം മാത്രമേ ഇതിൽ പ്രതികരിക്കേണ്ടതുള്ളൂ. എന്തിനാണ് ജമാഅത്ത് ഇസ്ലാമിയുമായി കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ബന്ധമുണ്ടാക്കിയത്? എന്തിനാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ പല സ്ഥലത്തും നിങ്ങൾ ഒന്നിച്ചു ഭരിച്ചത്? അതിൻ്റെ മറുപടി പറഞ്ഞ ശേഷമേ ഇനി ഏതിനും മറുപടി പറയേണ്ടതുള്ളൂ. കാരണം അവർക്ക് ഒരു ന്യായവും നമുക്കൊരു ന്യായവും അല്ലല്ലോ. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ AK മത്സരം 730 വോട്ടുകൾക്കാണ് ജയിക്കുന്നത്. അതിന് മുൻപ് ഉണ്ടായിരുന്ന പ്രഭുച്ച 100 വോട്ടുകൾക്ക് 59 വോട്ടുകൾക്കായിരുന്നു ജയിച്ചത്. മഞ്ചേശ്വരത്തെ മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ മതേതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ വേണ്ടി ഈ മുസ്ലിം സംഘടനകളൊക്കെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുന്നതിൽ മുൻകൈ എടുക്കേണ്ടതായിരുന്നില്ലേ? അതില്ല, ഞാൻ പറയുന്നത് നമ്മൾ വെറും മുസ്ലിങ്ങളുടെ വോട്ട് വേണം. പിന്നെ അതിന് പുറമെ അവിടെ മറ്റ് മതസ്ഥരുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് വോട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് വർദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. കാരണം പൊതുസമൂഹം ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ഇങ്ങനെ വർഗീയതയെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന മറുഭാഗത്തെ നോക്കിക്കാണുന്നുണ്ട്. ഇതിനു വേണ്ടി എല്ലാ കുതന്ത്രങ്ങളും മെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമങ്ങളെ അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓർമ്മയില്ലേ, പാലക്കാട് അവർ ശ്രീധരനെ കൊണ്ടുവന്ന് നിർത്തിയ സമയത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ വോട്ട് കഴിഞ്ഞ കാലം അപേക്ഷിച്ച് പിന്നെ മോശമാവുന്നില്ലല്ലോ, കൂടുതൽ വോട്ടിന് ജയിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് AK അഷ്റഫിൻ്റെ വോട്ട് 10 മടങ്ങ് വർദ്ധിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും. എല്ലാ സമൂഹങ്ങളും അവിടെ സപ്തഭാഷകളുടെ സംഗമഭൂമി എന്നാണ് പറയുന്നത്. അപ്പോൾ സപ്തഭാഷകൾ എന്ന് പറയുമ്പോൾ ആ 7 ഭാഷകളും ഒരുമിച്ച് AK അഷ്റഫിനെ പിന്തുണക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. പാലക്കാട് അപ്പോഴും ഈ LDF സ്ഥാനാർത്ഥിയെ അങ്ങനെ ഒരു പോളറൈസേഷൻ ശ്രമമാണെന്നൊക്കെയുള്ള ആരോപണങ്ങൾ. അല്ല, ഇവർ എന്തും ചെയ്യും ഈ തെരഞ്ഞെടുപ്പ്. 3ാം ഭരണം ഉണ്ടാക്കാൻ വേണ്ടി ഏതായാലും ഈ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇടതുപക്ഷത്തിന് സാധിക്കില്ല. അപ്പോൾ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതെല്ലാം നോക്കും. പക്ഷെ അതൊന്നും വിലപ്പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കില്ല ഇത്. അത്രമാത്രം ജനങ്ങൾ
ഇതിനെ വെറുത്തിരിക്കുന്നത്. എന്താ സച്ചിദാനന്ദൻ ആരാണ്? സച്ചിദാനന്ദനൊക്കെ പിന്നെ 1987 വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുട്ടായി വിതരണം ചെയ്തു ആദ്യത്തെ എൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അങ്ങനെയുള്ള ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പറയാണ് മൂന്നാം തവണ ഇതിനെ ഒരിക്കലും കൊണ്ടുവരരുതേ എന്ന് പറയുമ്പോൾ എന്താണ് മറ്റ് സാധാരണ ജനങ്ങളുടെ വികാരം എന്നതിൽ പ്രകടമാണ്. SKSF അടക്കം ആവശ്യപ്പെട്ടത് മഞ്ചേശ്വരത്ത് SDP സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നാണ്. അത് മതേതര വോട്ടുകൾ വിജയിപ്പിക്കുമെന്നാണ്. മുസ്ലിം ലീഗ് അത്തരമൊരു ആവശ്യമുണ്ടോ? അല്ല, ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പിൻവലിക്കണമെന്ന് പിന്നെ പിൻവലിക്കുന്നതാണ് നല്ലത് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ SDP യോടല്ല പറയുന്നത്, ശരിക്കും SDP നിർത്തിയവരോടാണ് പറയുന്നത്. SDP അവിടെ നിർത്തി BJPക്ക് സൗകര്യമൊരുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ അവരെ പിൻവലിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. അത് പിൻവലിച്ചാലും പിൻവലിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളത് നേരിടുക തന്നെ ചെയ്യും. ഞങ്ങൾ ഏത് കാലം മുതൽ SDP എതിർക്കുന്നവരല്ല. അവർ പറയുന്നത് ഈ BJPയെ പരാജയപ്പെടുത്തുക എന്നത് ഞങ്ങളുടെ മാത്രം ബാധ്യതയല്ല, ഈ SDP മാത്രം ബാധ്യത എങ്ങനെയാവും? മറ്റുള്ള പാർട്ടികൾക്കും BJPയെ തോൽപ്പിക്കാനുള്ള ബാധ്യത ഇല്ലെന്നാണ് അവർ ചോദിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അവരും മത്സരിക്കണം. അവർ മത്സരിച്ചോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല, മത്സരിച്ചോട്ടെ. അവരിപ്പോൾ മാറുന്നില്ലെങ്കിൽ ഇപ്പം അത് അവരുടെ തീരുമാനമാണ്. പക്ഷേ ഞാൻ പറയുന്നത് SDPI അല്ല അതിൻ്റെ പിന്നിൽ എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. SDPI അല്ല അതിൻ്റെ പിന്നിൽ. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, എല്ലാ ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെയും SDP സ്ഥാനാർത്ഥിയെ നിർത്തുകയും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കെതിരെ നിർത്താതിരിക്കുകയും ചെയ്തിട്ടുള്ള SDPI എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഈ ഡിഗ്രികളുടെ കാര്യങ്ങൾ പറയുമ്പോഴേ ഒരു മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള P. യതീന്ദ്രദാസ് അദ്ദേഹം പറയാണ് 2021 ഗുരുവായൂരിൽ മുസ്ലിം ലീഗും BJPയും തമ്മിൽ ഡീല് നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. 2021 ഗുരുവായൂരിൽ BJP സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല പുതിയ കഥകളും മെനയും. ഞാൻ വളരെ വ്യക്തമായ നമുക്ക് മുന്നിൽ കാണുന്ന ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. മറ്റേ ഇനി പലതും ആരോപിക്കുക, അവിടെ നിങ്ങൾ ഡീലുണ്ടായിരുന്നു, ഇവിടെ ഡീലുണ്ടായിരുന്നു, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പരിശോധിച്ചു നോക്കും, കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വാർഡ് വിഭജനം നടന്നത്. വാർഡ് വിഭജനത്തിൽ ചില സ്ഥലത്ത് BJPക്ക് വരാനുള്ള അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ആരാണ് എന്ന് പരിശോധിച്ചാൽ തന്നെ ഡീല് വളരെ സുതാര്യമായി വ്യക്തമാകും. ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള വലിയൊരു സങ്കടത്തിന്റെ കാര്യമായിരുന്നു പറഞ്ഞത്. ഇന്നിപ്പോൾ അത് ആ കടം പാർട്ടി തന്നെ വീട്ടിയിരിക്കുകയാണല്ലോ. അപ്പോൾ എന്താണ് പറയാനുള്ളത്? അല്ല, പാർട്ടിയോട് അതിന് കടപ്പാട് പറയാമെന്നല്ലാതെ പിന്നെ അതിനപ്പുറം ഒന്നും പറയാനില്ലല്ലോ. ഞാൻ ആവശ്യപ്പെട്ടതൊന്നും അല്ല. പാർട്ടി മുൻകൈയെടുത്ത് പാർട്ടി നേരിട്ട് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിരുന്ന കാര്യമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ പാർട്ടി കൂടെ നിന്നിട്ടുണ്ടോ? അതിൻ്റെ ഒരു ഉദാഹരണം അല്ല, പാർട്ടി എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുണ്ടല്ലോ. ഞാൻ പാർട്ടിയുടെ കൂടെയും നിന്നിട്ടുണ്ടല്ലോ. ഞാൻ എപ്പോഴെങ്കിലും പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പാർട്ടി എന്നെയും തള്ളി പറഞ്ഞിട്ടില്ല ഒരിക്കലും. അത് ഒരു പരസ്പര പൂരകമായി നിൽക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. കാരണം ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചൊരു വീടാണത്. ഈ വീട്ടിൽ നിന്നാണ് പിന്നെ പാർട്ടിയെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ മുഴുവൻ കുടുംബവും അതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാറ്റിൻ്റെ ഉപരിയാണ് പാർട്ടി. പാർട്ടിയെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു പ്രതികരണങ്ങൾ അത് ഭയങ്കര ഹൃദയപരമായി തന്നെ ഭയങ്കര ഒരു അല്ല, എനിക്കതിൽ ഉള്ള ഒരു വലിയൊരു വൈകാരികത എന്ന് പറയുന്നത് നമ്മൾ അത്തരം സന്ദർഭങ്ങളിൽ ഒറ്റപ്പെടില്ല എന്നുള്ളതാണ്. സമൂഹം മുഴുവൻ ജാതിമത വ്യത്യാസമില്ലാതെ
സാമൂഹ്യ കലാ സാംസ്കാരിക സിനിമ രംഗങ്ങളിലുള്ളവർ പോലും വിളിച്ചിട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങളുടെ ഈ ഒരു മനസ്സിന് നന്ദി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്ക് അല്ലാത്ത രീതിയിലൊന്നും ആവശ്യമില്ലല്ലോ, ഇതല്ലാത്തതൊന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ ജീവിക്കായിരുന്നെങ്കിൽ എനിക്ക് വളരെ സുഖമായി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ പലതരത്തിലുള്ള ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴൊക്കെ പല കാര്യങ്ങളും പലരും പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ വളരെ വൈകിയാണെങ്കിലും ഒരു നീതി കിട്ടി എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മളൊന്നും ഒരു അവരുടെ ഒന്നും ഒരു അരിമണി പോലും അപഹരിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു കാര്യം ചോദിച്ചത്, ഈ കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്ന രീതിയിൽ ചില മുതിർന്ന നേതാക്കൾ അതിന്റെ പ്രതികരണം നടത്തുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഒരു രീതി ശരിയാണെന്ന് തോന്നുന്നു? അല്ല, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകണം. മുഖ്യമന്ത്രി അധികാരത്തിൽ വന്ന ശേഷം തീരുമാനിക്കേണ്ടതാണ്. അത് തീരുമാനിക്കാൻ AICC പ്രാപ്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. AICC ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുമില്ല. അതുകൊണ്ട് AICCക്ക് ആണ് അതിനുള്ള അധികാരം. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു ഗവൺമെൻറ് രൂപീകരിക്കാൻ പോകുമ്പോഴാണ് മുഖ്യമന്ത്രി ആരാണെന്ന് സാധാരണ അവർ തീരുമാനിക്കാറുണ്ട്. അപ്പോൾ അതേ ഒരു രീതിയിൽ തന്നെ അത് പിന്തുടരണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞാൻ മാത്രമല്ല, കോൺഗ്രസ്സിലെ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നേതൃത്വത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അവരൊറ്റക്കെട്ടായി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ചില കൺവെൻഷനുകളിൽ രമേശ് ചെന്നിത്തല വേണമെന്ന് നേതാക്കൾ പറയാം, അതൊരു അനുചിതമാണ്. അല്ല, അത് പിന്നെ നേതാക്കന്മാർ പിന്നെ ഒരു കൺവെൻഷനിൽ വരണം എന്നൊക്കെ പറയുന്നത്, പിന്നെ ആ കൺവെൻഷനിൽ പിന്നെ ഭൂരിപക്ഷം ആളുകൾ പറയുന്നതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് സ്വാഭാവികമായിട്ട് ഇപ്പം ചിലപ്പം മുഖ്യമന്ത്രിയെ ആകാൻ സാധ്യതയില്ലാത്തവരെയും ഞങ്ങൾക്ക് കൺവെൻഷനിൽ വേണമെന്ന് പറയും, ഇല്ലേ? അത് പറയാറില്ലേ? അവസാനം ഒറ്റ കാര്യം ഇപ്പം ഷാഫി പറമ്പിൽ വേണമെന്ന് എത്ര കൺവെൻഷനിൽ പറയുന്നത്? അദ്ദേഹം മത്സരിക്കുന്നില്ലല്ലോ. അവസാന ഒറ്റ കാര്യം പറയാം. അങ്ങ് ഇത്തവണ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, നമ്മളെല്ലാവരും കരുതിയിരുന്നു, അങ്ങ് കരുതിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇല്ല, ഞാനങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായി തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ കരുതിയിട്ടില്ലല്ലോ. നിങ്ങൾ എൻ്റെ എല്ലാ ഇതും എടുത്തു നോക്കിക്കോളൂ, എൻ്റെ എല്ലാ പത്രസമ്മേളനം നിങ്ങൾ നോക്കിക്കോളൂ. നിൽക്കണമോ നിൽക്കണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം പാർട്ടിക്കുള്ളതാണ്. അതുവരെ നിങ്ങൾക്ക് അനുമാനങ്ങളാകാം. തീരുമാനിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും സ്ഥാനാർത്ഥി നിർണയം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമില്ല. സജീവ രാഷ്ട്രീയത്തിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മുഖ്യധാരയിലുണ്ടല്ലോ. ഞാൻ വടകര അവിടുത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന ഞാനാണ്. ഇനി തിരുവനന്തപുരം മുതൽ യാത്ര ചെയ്യുന്നുണ്ട് കാസർഗോഡ് വരെ. കുറച്ച് ദിവസമേ ഉള്ളൂ. 140 മണ്ഡലത്തിന് നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല. എവിടേക്ക് എത്തിച്ചേരാൻ പറ്റുമോ അവിടെയൊക്കെ പോകും, അവിടെ എല്ലാം പങ്കെടുക്കും. അവിടെ നിന്നൊക്കെ എന്നെ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. വിളിക്കുന്ന സ്ഥലത്ത് പരമാവധി ഞാൻ പങ്കെടുക്കും. ഈ എടുത്തു പറയാൻ തക്കവണ്ണം ഈ വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ വലിയ വ്യക്തിത്വങ്ങളൊക്കെ നിങ്ങളെ വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഈ പ്രതിസന്ധി വന്നപ്പോൾ? അതെല്ലാവരും വിളിക്കുമല്ലോ, എല്ലായിടത്തും വിളികൾ, എല്ലാ വിഭാഗത്തിലുള്ളവരും വിളിക്കുക. വലിയ മുതിർന്ന നേതാക്കളൊന്നുമല്ല, അതിലുള്ള സാധാരണ പ്രവർത്തകർ, അത് എല്ലാ പാർട്ടിയുടെയും എല്ലാ ആളുകളും. പിന്നെ പലരും ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ വന്നിട്ട് പരസ്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാർ അവരുടെ പേര് വെച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകർ പിന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇത് രണ്ടാം തവണയാണല്ലേ? കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് താങ്കൾ അസുഖബാധിതനായപ്പോഴും ഇതുപോലെ ഒന്നടങ്കം എല്ലാവരും അല്ലേ? അത് ശരിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എങ്ങനെ ജനങ്ങളോട് ഇടപഴകുന്നു അതിനനുസരിച്ച് നമുക്ക് ഇങ്ങോട്ടും അവരുടെ സ്നേഹവും അവരുടെ പിന്നെ പ്രാർത്ഥനയും ഉണ്ടാവും. അതാണ് എൻ്റെ പിതാവിനും എനിക്കിപ്പം. പിതാവ് മരിച്ചിട്ട് 40 വർഷത്തിലധികമായി. പക്ഷെ ഇന്നും അദ്ദേഹത്തിൻ്റെ പേരെന്തുകൊണ്ടാണ് ഉച്ചരിക്കപ്പെടുന്നത്? അദ്ദേഹം കോടീശ്വരനായതുകൊണ്ടാണോ? അത് അദ്ദേഹം സമ്പന്ന വരേണ്യവർഗം എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന അല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള
സ്നേഹവും വിശ്വാസവും അദ്ദേഹത്തിൻ്റെ കാലശേഷം 4 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും തിരിച്ചു കിട്ടുന്നു എന്ന് പറയുമ്പോൾ സമ്പത്തിനേക്കാൾ വലുതാണ് ആത്മബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. ആ പാഠമാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇത് രാഷ്ട്രീയത്തിൽ നിന്നും അപ്പുറത്തുള്ളൊരു പിന്തുണയാണ്. അതാണ് അല്ലെ, ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമല്ല, അല്ലെങ്കിൽ എതിരാളികൾ ഇത് പറഞ്ഞ് നമ്മളെ അല്ല, പൊതുസമൂഹം മൊത്തത്തിൽ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പിന്നെ സ്വതാല്പര്യങ്ങൾക്ക് വേണ്ടി ആകരുത് എന്നുള്ളതാണ്. ആ സന്ദേശമാണ് അത് എന്നോട് കാണിക്കുമ്പോൾ അവർ മൊത്തത്തിലുള്ള ഒരു പ്രതികരണമാണ്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്നത് അവൻ്റെ പിന്നെ ജീവിതം സുതാര്യമായിരിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.